നമസ്കാരം. പശ്ചിമേഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ 2026 എന്ന വർഷം സമാധാനത്തിൻ്റെതാകുമോ അതോ വൻ യുദ്ധത്തിൻ്റെതാകുമോ എന്ന ആശങ്കയിൽ ഇപ്പോൾ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇറാൻ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട സംഘർഷം ഇപ്പോൾ ലോകത്തിൻ്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്രപരമായിട്ടുള്ള ചില ധാരണകളിൽ എത്തിയെന്നും 2 ആഴ്ചക്കാലത്തേക്ക് താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ നിലവിൽ വരുമെന്നുമുള്ള വാർത്തകളൊക്കെ തന്നെ ആഗോള വിപണിയിൽ വലിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അസംസ്കൃത എണ്ണയുടെ വില താഴോട്ട് വരികയും ആഗോള ഓഹരി വിപണികളൊക്കെ തന്നെ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തെങ്കിലും ആ ആശ്വാസം വെറും മിഥ്യയായിരുന്നുവെന്ന് തൊട്ടടുത്ത മണിക്കൂറുകൾ തെളിയിച്ചിരിക്കുകയാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തെളിയേണ്ടിയിരുന്ന സമയം ഇപ്പോൾ ലോകമഹായുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങളിലേക്കാണ് വഴിമാറുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ സമാധാന ശ്രമങ്ങളെയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ലെബനനിൽ അതിരൂക്ഷമായ സൈനിക നടപടികൾ ആരംഭിച്ചു. കേവലം 10 മിനിറ്റിനുള്ളിൽ തന്നെ 100-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബുകളൊക്കെ തന്നെ വർഷിച്ചത് എന്നത് ഈ നീക്കം എത്രത്തോളം ആസൂത്രിതമായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. ലെബനനിൽ മാത്രം ഒരു ദിവസം കൊണ്ട് 254 പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ലാവൻ ദ്വീപിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായതോടെ സമാധാന കരാർ വെറും കടലാസ് തുണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. നാഷണൽ ഇറാനിയൻ ഓയിൽ റിഫൈനിങ് കമ്പനി ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ആരും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നുണ്ട്. ലെബനൻ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമല്ല എന്ന വിചിത്രമായിട്ടുള്ള ന്യായീകരണമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാർ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ബഫർ സോൺ നിർമ്മിക്കാൻ നടത്തുന്ന സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുമ്പോൾ ലെബനനും ഈ കരാറിൻ്റെ ഭാഗമാണെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനും ഹിസ്ബുള്ളയും. ഇസ്രായേലിൻ്റെ ഈ നിലപാട് സമാധാന ശ്രമങ്ങളെ പാതി വഴിയിൽ തകർക്കുന്നതാണെന്ന് ഇറാൻ പാർലമെൻ്ററി സ്പീക്കർ തുറന്നടിക്കുകയുണ്ടായി. ലെബനനിലെ ആക്രമണങ്ങൾ നിർത്തലാക്കാതെ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കരാർ ഇതിനകം തന്നെ ലംഘിക്കപ്പെട്ടതായിട്ടും ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ തർക്കം പുതിയൊരു ചേരിതിരിവിനും കാരണമായി മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായിട്ട് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാമെന്ന ഇറാൻ്റെ പ്രധാന ഉറപ്പിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് തന്നെ. എന്നാൽ ഇപ്പോഴത്തെ ലെബനനിലെ സൈനിക നീക്കത്തിന് പിന്നാലെ ഹോർമുസ് വീണ്ടും അടച്ചതായിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC അറിയിച്ചു. കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായിട്ട് കടലിടുക്കിൽ മൈനുകൾ ഉണ്ടെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ബദൽ പാതകളൊക്കെ തന്നെ നിർദ്ദേശിച്ച ഇറാൻ സമാധാനം പുനഃസ്ഥാപിക്കാതെ സുരക്ഷിതമായിട്ടുള്ള ഗതാഗതം സാധ്യമല്ലെന്ന കർക്കശ നിലപാടിലാണ്. ഇത് ആഗോള ഇന്ധന വിതരണത്തെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്നതിൽ തർക്കമില്ല. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് ഇസ്രായേൽ കാണിക്കുന്ന ഈ സൈനിക തിടുക്കം അത് അമേരിക്കയെയും ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചയിൽ US പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ തടയാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നത് സമാധാന കരാറിൻ്റെ വിശ്വാസ്യതയെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. ഏപ്രിൽ 10 ഇന്ന് പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുൻപ് ഹോർമുസ് തുറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ കപ്പൽ ഗതാഗതം ഇറാൻ്റെ പൂർണ്ണ സൈനിക നിയന്ത്രണത്തിലായിരിക്കും എന്നത് രാജ്യാന്തര കപ്പൽ കമ്പനികളെ പോലും ആശങ്കപ്പെടുത്തുന്നു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പരസ്പര ആക്രമണങ്ങൾ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാക്കുന്നുണ്ട്. ഫെബ്രുവരി 28 ഇറാനെതിരെ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും നടത്തിയ സംയുക്ത നീക്കത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ള സജീവമായിട്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. അന്ന് മുതൽ ഇതുവരെയായിട്ട് 1500-ലധികം ആളുകൾ ലെബനനിൽ കൊല്ലപ്പെടുകയും 12 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷികൾക്കെതിരായിട്ടുള്ള ആക്രമണം അത് അവസാനിപ്പിക്കാതെ ഒരു കരാറിനും പ്രസക്തിയില്ലെന്ന് ഇറാൻ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ വെച്ച 10 നിർദ്ദേശങ്ങളിൽ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇത് അംഗീകരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇസ്രായേൽ ഇതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിലെ ആശുപത്രികളൊക്കെ തന്നെ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളോ സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥയാണെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങളെ കാടത്തമെന്നാണ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ഒമാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന
പ്രദേശം. അവിടെ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തന്നെ തകർക്കപ്പെടുന്നത് മേഖലയിലെ മാനുഷിക പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും വൻതോതിൽ ഉയരുമെന്ന ഭീതിയിലാണ് ലബനനിലെ നഗരങ്ങളൊക്കെ തന്നെ. ഇറാൻ ട്രംപിന് സമർപ്പിച്ച സമാധാന നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൗസ് നിരാകരിച്ചുവെന്ന വാർത്തകൾ കൂടിയൊക്കെ തന്നെ പുറത്തു വരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാനെ നിയന്ത്രിക്കാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, മിസൈൽ പരീക്ഷണങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കുക തുടങ്ങിയ നിബന്ധനകളൊക്കെ തന്നെ മുൻപ് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പുതിയ കരാറിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമാധാനത്തിനായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണങ്ങളൊക്കെ തന്നെ കരാർ എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മുൻപ് ജനീവ ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്ക ഇത്തരത്തിൽ സൈനിക നീക്കം നടത്തിയത് അത് ലോകരാജ്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. മേഖലയിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ എംബസി അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം തന്നെ രാജ്യം വിടണമെന്നും എംബസിയുമായിട്ട് മുൻകൂട്ടി ആലോചിക്കാതെ അതിർത്തികളിലേക്ക് യാത്ര ചെയ്യരുതെന്നും കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. സംഘർഷം ഏതു നിമിഷവും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറാം എന്ന തിരിച്ചറിവിലാണ് ഇന്ത്യ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ പരാജയപ്പെട്ടാൽ മേഖലയിലെ പ്രവാസികൾ വലിയ പ്രതിസന്ധിയിലാകും. വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെട്ടത് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പോലും വലയ്ക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഈ സമാധാന കരാറിന് പിന്നിലുണ്ടോ എന്ന സംശയവും ഇവിടെ ബലപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ടോൾ ഏർപ്പെടുത്തിയതും അത് ക്രിപ്റ്റോ കറൻസി വഴി പിരിച്ചെടുക്കുന്നതുമൊക്കെ തന്നെ ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് ക്രിപ്റ്റോ കറൻസി ബിസിനസ്സുള്ള ട്രംപ് ഈ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സംശയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധവും സമാധാനവും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ട്രംപിൻ്റെ ബിസിനസ് വ്യവസായത്തെയും താല്പര്യങ്ങളെയും ഒക്കെ തന്നെ എങ്ങനെ ബാധിക്കുമെന്നതിലാണ് വൈറ്റ് ഹൗസിൻ്റെ ശ്രദ്ധയെന്ന വിമർശകർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ധിക്കാരപരമായിട്ടുള്ള നിലപാടുകൾ അത് അമേരിക്കയെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ വെടിനിർത്തൽ എല്ലാ മേഖലകൾക്കും ബാധകമാണെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇസ്രായേൽ അത് പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഇസ്രായേലിൻ്റെ നടപടികൾക്ക് സൈനികമായിട്ടുള്ള മറുപടി നൽകുമെന്ന് ഇറാൻ ഇവിടെ ആവർത്തിക്കുന്നത് മേഖലയെ ഒരു വൻ അഗ്നിപർവ്വതത്തിന് മുകളിൽ എത്തിച്ചിരിക്കുകയാണ്. സമാധാന കരാർ ലംഘിക്കുന്നവർക്ക് ബുള്ളറ്റുകൾ കൊണ്ട് മറുപടി നൽകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷം കലുഷിതമാക്കി. ആക്രമണങ്ങൾ തുടർന്നാൽ ടെലവീവ് ലക്ഷ്യമാക്കി ദീർഘദൂര മിസൈലുകൾ അയക്കുമെന്ന് ഇറാൻ സൈന്യം പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങളെയും ഒക്കെ തന്നെ ഉന്നം വെച്ചാണ് ഇറാൻ്റെ ഈ ഒരു നീക്കമെന്ന് പറയുന്നത്. ഇതോടെ ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഹിസ്ബുള്ളയെ മുൻനിർത്തി ലെബനനിൽ നിന്ന് നടത്തുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള ശക്തികളുടെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായി തന്നെ നോക്കിയാൽ പശ്ചിമേഷ്യയിലെ ഇത്തരം കരാറുകൾ പലപ്പോഴും അധികകാലം നീണ്ടു നിൽക്കാറില്ല. വിശ്വാസമില്ലായ്മയാണ് ഇവിടെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച ഹോർമുസ് ടോൾ ബൂത്ത് രൂപീകരണം അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ തന്നെ ലംഘനമാണെന്ന് അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ നിലപാട് ഇതിന് വിരുദ്ധമാണ്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ട്രംപ് നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണെന്ന് ആരോപണമുണ്ട്. സ്വന്തം ഖജനാവ് നിറയ്ക്കാൻ ട്രംപ് ഈ യുദ്ധ സാഹചര്യത്തെ ഉപയോഗിക്കുന്നുവെന്ന വാദം ശക്തമാവുകയാണ്. ഇതിനിടയിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവന് എന്ത് വിലയാണ് ഉള്ളതെന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഇരട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമുസ് ദീർഘകാലത്തേക്ക് അടച്ചിട്ടാൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന വിതരണം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്നതായിരിക്കും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകും. വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്തുണ്ടായ ഓഹരി വിപണിയിലെ കുതിപ്പ് ഇപ്പോൾ വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ന് വ്യാഴാഴ്ച, അതായത് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിലേക്ക് തന്നെയാണ്. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യ ഒരു വലിയ ചാരക്കൂമ്പാരമായിട്ട് മാറുന്നതായിരിക്കും. ചുരുക്കത്തിൽ സമാധാനത്തിൻ്റെ ഒരു വാതിൽ തുറന്നുവെന്ന് തോന്നിപ്പിച്ച ഉടൻ തന്നെ യുദ്ധത്തിൻ്റെ 10 വാതിലുകൾ ഇസ്രായേലും ഇറാനും തുറന്നു കഴിഞ്ഞു എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. താൽക്കാലിക വെടിനിർത്തൽ എന്നത് വെറും രാഷ്ട്രീയ തന്ത്രമാണെന്നും ഇരുപക്ഷവും വലിയ പോരാട്ടത്തിന് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളും ഇസ്രായേലിൻ്റെ ആക്രമണോത്സുകതയും ഒക്കെ തന്നെ ഇറാൻ്റെ കടുത്ത നിലപാടുകളും എല്ലാം തന്നെ ഒത്തുചേരുമ്പോൾ അവിടെ ബലിയാടാകുന്നത് ലെബനനിലെയും ഫലസ്തീനിലെയും നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്.
2026 സമാധാനം എന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ എന്ന് ഇനിയുള്ള ദിവസങ്ങൾ കണ്ടറിയാം. ലോകം ഇപ്പോൾ പ്രാർത്ഥനയോടെ ചർച്ചകൾക്കായി തന്നെ കാത്തിരിക്കുകയാണ്.